ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഫസ്റ്റ് സ്റ്റേജിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നോക്കാം. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 3. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, 4 മാത്രം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. അപ്പോൾ അത് മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളെ വിഭജിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. അപ്പോൾ ഏത് പദ്ധതിയാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളായി വിഭജിച്ചത്. മൗണ്ട് ബാറ്റൺ പദ്ധതി ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ജൂൺ 3 പ്ലാൻ, ബാൽക്കൺ പദ്ധതി, ഡിക്കി ബേർഡ് പ്ലാൻ എന്നിങ്ങനെയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്നത്. 1947 സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വൈസ്രോയി എന്ന തസ്തിക നിർത്തലാക്കുകയും ബ്രിട്ടീഷ് രാജാവ് നിയമിക്കുന്ന ഗവർണർ ജനറൽ എന്ന തസ്തിക നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? 1947 സ്വാതന്ത്ര്യ നിയമം. വൈസ്രോയി എന്ന തസ്തിക നിർത്തലാക്കുകയും ബ്രിട്ടീഷ് രാജാവ് നിയമിക്കുന്ന ഗവർണർ ജനറൽ എന്ന തസ്തിക നിലവിൽ വരികയും ചെയ്തു. പിന്നീട് ഈ നിയമം ഇന്ത്യയെ ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. 1947 സ്വാതന്ത്ര്യ നിയമം ഇന്ത്യയെ ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ 4. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ആൻസർ ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞവരെല്ലാം. ആരൊക്കെയാണ്? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയിത്ത ആചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. അയിത്ത ആചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് 1924-25 ആണ്. 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ഇത് ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക. വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് ടി കെ മാധവൻ. അപ്പോൾ ടി കെ മാധവൻ ആരാണ്? വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ രാജാവ് ആരായിരുന്നു? തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ ആരായിരുന്നു ഭരണാധികാരി? തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും 1924 നവംബർ 1 ആരംഭിച്ച് 1924 നവംബർ 12 തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ച സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. അപ്പം വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കുപിള്ളയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ചിറ്റേടത്ത് ശങ്കുപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ 5. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, 1, 3 മാത്രം. ഏതൊക്കെയാണ്? പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്.
ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. റോമനോവ് വംശജരായ സർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത്. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു? റോമനോവ് വംശജരായ സർ ചക്രവർത്തിമാർ. റഷ്യൻ വിപ്ലവ സമയത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ തൊഴിലാളികൾക്ക് വേണ്ടി 1898 രൂപീകൃതമായ പാർട്ടിയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അപ്പോൾ റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നാണ് രൂപീകരിച്ചത്? 1898. സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങളാണ് സോവിയറ്റുകൾ. സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങൾ. സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ. ഡ്യൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയ്ക്ക് പറയുന്ന പേരാണ് ഡ്യൂമ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചത് 1898. അപ്പോൾ ഇത് രണ്ടായിട്ട് പിരിഞ്ഞു. എന്തൊക്കെയായിട്ടാണ് പിരിഞ്ഞത്? മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും രണ്ടായിട്ട് പിരിഞ്ഞു. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ, ട്രോസ്കി തുടങ്ങിയവരാണ്. അപ്പോൾ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ലെനിനും ട്രോസ്കിയുമാണ്. തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ചിന്ത വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗങ്ങളായി സ്വീകരിക്കണമെന്നും ബോൾഷെവിക്കുകൾ വാദിച്ചു. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. അപ്പോൾ ആരാണ് മെൻഷെവിക്കിന് നേതൃത്വം നൽകിയത്? അലക്സാണ്ടർ കെരൻസ്കി. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയത് ഏത് സന്ധിപ്രകാരമായിരുന്നു? ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് സന്ധി പ്രകാരം. ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് സന്ധി. ഫെബ്രുവരി വിപ്ലവം നടന്നത് 1917. ഫെബ്രുവരി വിപ്ലവം നടന്നത് എന്നാണ്? 1917. 1917 മാർച്ച്. 1917 മാർച്ചിലാണ് ഫെബ്രുവരി വിപ്ലവം നടന്നത്. എന്താണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞാൽ? റഷ്യൻ ഭരണാധികാരിയായ സർ നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം. ഇനി ഒക്ടോബർ വിപ്ലവം നടന്നത് 1917 നവംബറിലാണ്. ഒക്ടോബർ വിപ്ലവം നടന്നത് എന്നാണ്? 1917 നവംബറിൽ. ഫെബ്രുവരി വിപ്ലവം നടന്നത് 1917 മാർച്ചിൽ. ഒക്ടോബർ വിപ്ലവം നടന്നത് 1917 നവംബറിൽ. അപ്പോൾ എന്താണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്? റഷ്യയുടെ ഭരണം ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ആരാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് ആണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 8. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യ അവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ഇനി നമുക്ക് അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായത് എന്താണ്? 1941 അറ്റ്ലാന്റിക് ചാർട്ടറാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? വിൻസ്റ്റൺ ചർച്ചിൽ, റൂസ്വെൽറ്റ്,
സ്റ്റാലിൻ. അപ്പോൾ ആരൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ? വിൻസ്റ്റൺ ചർച്ചിൽ, റൂസ്വെൽറ്റ്, സ്റ്റാലിൻ. 1945 ജൂൺ 26 സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ UN ചാർട്ടറിൽ ഒപ്പുവെച്ചു. 1945 ഒക്ടോബർ 24 UN ഔപചാരികമായി നിലവിൽ വന്നു. ഇപ്പം എന്താണ് നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറൽ നോർവേക്കാരനായ ട്രിഗ്വേലി ആണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? നോർവേക്കാരനായ ട്രിഗ്വേലി ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ലണ്ടനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം. അടുത്ത ക്വസ്റ്റ്യൻ 9. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആൻസർ ഓപ്ഷൻ ബി. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. അപ്പോൾ അതാണ് തെറ്റ്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയ്യങ്കാളി 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അപ്പോൾ ആരാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? അയ്യങ്കാളി 1907 SNDP യോഗത്തിൻ്റെ മാതൃകയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം അയ്യങ്കാളി ജനിച്ചത് എന്നാണ് 1863 ഓഗസ്റ്റ് 28. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. എന്നാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്? 1893 വില്ലുവണ്ടി സമരം നടത്തിയത്. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. പിന്നീട് കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. പെരുന്നാട് ലഹള, 90-ാം ആണ്ട് ലഹള എന്നിവ നയിച്ചതും ആരാണ്? അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 10. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ സി. 1, 2, 3 മാത്രം. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്. ഇതിന്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. 1857 കലാപത്തിന്റെ ഫലമായി 300-ലേറെ വർഷം പഴക്കമുണ്ടായിരുന്ന മുഗൾ രാജവംശത്തിന് പൂർണ്ണമായും അന്ത്യം കുറിച്ചു. ഏതാണ് മുഗൾ രാജവംശം? മുഗൾ രാജവംശത്തിന്റെ അന്ത്യം കുറിച്ചത് ഏതാണ്? 1857 കലാപമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. 1857 കലാപഫലമായിട്ട് ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിച്ചു. ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കാനും അവർക്കിടയിൽ ദേശീയ ബോധം വളർത്താനും കലാപം പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് 1857 കലാപത്തിന്റെ ഫലമായിട്ട് ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ 11. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ധാരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രമായ
ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധാരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. ഈ ധാരാതലീയ ഭൂപടങ്ങളിൽ എന്തൊക്കെയാണ് ചിത്രീകരിക്കുന്നത്? ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, എന്തൊക്കെയാണ് ചിത്രീകരിക്കുന്നത്? ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയെ പറ്റിയുള്ള സൂക്ഷ്മമായ വിവരങ്ങളാണ് ഏത് ഭൂപടത്തിലുള്ളത്? ധാരാതലീയ ഭൂപടത്തിലുള്ളത്. അപ്പം എന്തൊക്കെയാണ്? ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയെ പറ്റിയുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ. ധാരാതലീയ ഭൂപടങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യൽ, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കാൻ നഗര ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കാൻ നഗര ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധാരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധാരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്നത്? സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം.